തിരുവനന്തപുരം കാത്തിരിക്കുന്ന, നിങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുന്ന ആ മുഹൂർത്തം. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന താരരാജാവ്, അവതാര രൂപങ്ങളിലെ അവസാന അവതാരം, ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അതിരുകൾ കടന്ന് ഇന്ന് ഈ വേദിയെ ധന്യമാക്കാനെത്തിയ ആദരണീയ വ്യക്തിത്വം, മുൻ നേപ്പാൾ പ്രധാനമന്ത്രി ശ്രീ ജാലാനാഥ് ഖനാലിന് വേദിയിലേക്ക് സ്വാഗതം. Ladies and gentlemen, a huge round of applause to this people person, the former Prime Minister of Nepal, Sri Jalanath Khanal. वसंतम तेरी वनमाली नव नव गोपिका वसंतम तेरी वनमाली. ഗുരുജി, ഒരു വാക്ക്. എന്താടാ? സുമിത്രയുടെ ജീവിതം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ ഞങ്ങളുടെ ബോയിങ് ബോയിങ് മനുവെങ്കിൽ നടത്തി തരണം. Ani pasapan liplo under mama ailo ani pasapan liplo ani majori chapilla taka ek. I am highly honored to have the privilege and opportunity to present Shantigiri Pranaba Padma Puraskaram to multi-talented Bharat Mohan Lal. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാലക്കാട് ആശ്രമത്തിലെ ഒരു തീർത്ഥാടന വേളയിൽ ഗുരു അവിടെ ഉപവിഷ്ടനാവുന്നു. അത്യുഷ്ണത്തിൻ്റെ അതിതീവ്രമായ ആ സമയത്ത് ഗുരുവിനെ കാണുവാനായിട്ട് ഒരാളെത്തി. അദ്ദേഹത്തെ കണ്ട സമയത്ത് തന്നെ ഗുരു ആ കൈകളിലൊന്ന് അമർത്തിപ്പിടിച്ചു. എന്നിട്ട് വളരെ സ്നേഹത്തോടെ മോഹന എന്ന് വിളിച്ചു. ആ വാക്കുകൾക്ക് ഒരു കടലാഴം സ്നേഹമുണ്ടായിരുന്നു. അമേയമായ അനന്തമായ ആകാശവിഹായസിൻ്റെ പ്രകാശമുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, മലയാളത്തിൻ്റെ മഹാനടനായ ശ്രീ മോഹൻലാൽ. അന്ന് തുടങ്ങിയ ആ സ്നേഹബന്ധം
പിന്നീട് വളരെ കാലം ജീവിതത്തിൽ സൂക്ഷിക്കുകയും അത് ഒരു കടപ്പാട് പോലെ ഈ ആശ്രമത്തോടെന്നും കാണുകയും കരുതുകയും ചെയ്ത ഒരു വ്യക്തിയായി പിന്നീട് അദ്ദേഹം മാറി. അത്യഗാധമായ ഊഷ്മളമായ സ്നേഹബന്ധത്തിൻ്റെ ആഴങ്ങളിൽ ഗുരുവുമായി നിരന്തരമായ ആത്മീയ നൈരന്തര്യം പുലർത്തുവാൻ ഈ കാലഘട്ടത്തിൽ ഈ മഹാനായ വ്യക്തിക്ക് കഴിഞ്ഞു എന്നത് ഒരു മഹാഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയുടെ ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. പ്രണവപത്മം എന്ന് പറയുന്ന പുരസ്കാരം അത് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഗുരുവിൻ്റെ ഒരു സ്നേഹമാണ്. जय शौरे सदापहारि मुरारे द्वापर चंद्रिका चर्चितवाम निंदे द्वारकापुरियവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പകാടിപ്പൈകളും എവിടെ ഗുരുനാഥ ഗുരുചരണം ശരണം ഗുരുചരണം ശരണം പ്രശസ്തി പത്രം അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. ഗുരുചരണം ശരണം. Thank you. Now I request the former Prime Minister, Sri Jalanath Khanal, to kindly say a few words on the occasion. ഗുരുത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ എന്നെ കേൾക്കാനെത്തിയ മഹനീയ സദസ്സിന് വന്ദനം. പ്രണവം എന്ന വാക്ക് പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എൻ്റെ മകൻ്റെ പേര് പ്രണവെന്നാണ്. എൻ്റെ വീടിൻ്റെ പേര് പ്രണവം എന്നാണ്. ഞാൻ സിനിമ നിർമ്മാണം ആരംഭിച്ച ഒരു കമ്പനിയുടെ പേര് പ്രണവം എന്നാണ്. കണ്ണടച്ചിരുന്നാൽ എൻ്റെ ഉള്ളിൽ എപ്പോഴും മുഴങ്ങുന്നത് പ്രണവമാണ്. ഇപ്പോൾ ഞാൻ ബ്രഹ്മത്തെ അറിയുന്നു. എത്രയോ പുരസ്കാരങ്ങൾ എന്നെ തേടി എത്തിയിട്ടുണ്ട്. എല്ലാം ഞാൻ ശിരസ് നമിച്ചേ വാങ്ങാറുള്ളൂ. അവയെല്ലാം കലാകാരൻ എന്ന നിലയിൽ എനിക്ക് മുന്നോട്ടുള്ള യാത്രകൾക്ക് വലിയ പ്രചോദനമായിരുന്നു. നാം ചെയ്യുന്ന സമർപ്പണം ആരൊക്കെയോ എവിടൊക്കെയോ തിരിച്ചറിയുന്നു എന്നത് നമ്മെ കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളവരാക്കും. ജീവൻ്റെ അവസാന കണികയും സമർപ്പിക്കാൻ നമ്മെ ബാധ്യസ്ഥരാക്കും. അങ്ങനെയാണ് എല്ലാ പുരസ്കാരങ്ങളും ഞാൻ വാങ്ങുന്നത്. ഈ പുരസ്കാരം അവയിൽ നിന്നെല്ലാം അല്പം വ്യത്യസ്തമാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളതിനെ വെറും ഒരു സാന്ദർഭിക ഉപചാര വാക്കുകളായി എടുക്കരുത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. കാരണമുണ്ട്. ഈ പുരസ്കാരത്തിൽ ഗുരുത്വത്തിൻ്റെ അനുഗ്രഹ സ്പർശമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുരസ്കാരം കൈകളിലേറ്റ് വാങ്ങുമ്പോൾ എൻ്റെ ശിരസ് അദൃശ്യമായ വിരലുകൾ സ്പർശിക്കുന്നു. അതിനെ ഞാൻ ഏറെ വിലമതിക്കുന്നു. എൻ്റെ പുരസ്കാരങ്ങൾക്കും എല്ലാ പുരസ്കാരങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാകണമെന്നില്ല. ഗുരു എന്നത് ഭാരതം ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും മഹത്തായ പ്രകാശമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ കരുണാകര ഗുരുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് പ്രചോദിതമായി രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഗുരു എന്ന സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ആ ദിവസങ്ങളിൽ ഞാൻ മനസ്സുകൊണ്ട് ഗുരുവിനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ആ അനുഗ്രഹ വർഷം തോരാതെ തുടരുന്നതായി എനിക്ക് തോന്നുന്നു. ഗുരുവേ